എറണാകുളത്തെ വിവരങ്ങളുമായി അശ്വതിയുണ്ട്. അശ്വതി, നിശബ്ദ പ്രചാരണ മണിക്കൂറിലൂടെ സംസ്ഥാനം കടന്നു പോകുന്നു. ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അവസാനവട്ട വോട്ടുറപ്പിക്കലിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. എങ്ങനെയാണ് അവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ ആരംഭിച്ചോ? മറ്റു വിവരങ്ങൾ കൂടി. മഹാരാജാസ് കോളേജിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി രാവിലെ തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട്. 3 സ്ട്രോങ് റൂമുകളിലായിട്ട് ഒരുക്കി സൂക്ഷിച്ചിരുന്ന പോളിംഗ് സാമഗ്രികൾ 6 EVM കൗണ്ടറുകളിലായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഇതിൽ മഹാരാജാസ് കോളേജിലെ മെയിൻ ഹാളിൽ അവിടെയാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷനും മറ്റ് കാര്യങ്ങളുമെല്ലാം നടക്കുന്നത്. അതിനുശേഷം ഇവിടെ വന്ന ആളുകൾ EVM മെഷീൻ വാങ്ങി പോവുകയാണ്. 262 പോളിംഗ് ബൂത്തുകളാണ് ഈ തൃക്കാക്കര മണ്ഡലത്തിലുള്ളത്. അതായത് 262 മെഷീനുകളാണ് വിതരണം ചെയ്യുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ 20% എത്ര മെഷീനുകളാണോ അതിൻ്റെ 20% മെഷീനുകൾ റിസർവായി വയ്ക്കും. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മെഷീനുകൾക്ക് സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ അത് മാറ്റി നൽകുന്നതിന് വേണ്ടിയിട്ട് എത്ര ബൂത്തുകളാണോ അതിൻ്റെ 20% റിസർവായിട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഓഫീസർമാർക്ക് എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതും നിലവിൽ സുഗമമായി പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ചു പേർ വളരെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. എന്തായാലും ഇവിടെ 6 കൗണ്ടറുകളാണ് ഇത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, ഈ മെഷീനുകൾ വാങ്ങുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. അത് അവിടെ വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. ഇത് ഉച്ചയോടുകൂടി ഈ സാമഗ്രികളെല്ലാം തന്നെ വിതരണം ചെയ്ത് തീർക്കും എന്നാണ് മനസ്സിലാകുന്നത്. ശരി, കൊച്ചിയിലെ വിവരങ്ങളാണ് അശ്വതി പങ്കുവച്ചത്. ഇനി തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. ഈ തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് പാറമേക്കാവ് ദേശത്തിന്റെ പന്തൽ നാട്ടുകർമ്മം സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാലിൽ സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ഹരീഷ് ഉണ്ട്. ഹരീഷ്, വിവരങ്ങൾ. ഇന്ന് 10 മണിയോടുകൂടിയാണ് ഈ പൂരത്തിൻ്റെ പന്തൽ മണികണ്ഠനാലിൽ ഉയർന്നത്. അത് ക്ഷേത്രം ഭാരവാഹികളും സ്ഥാനാർത്ഥികളും ഒക്കെ അതിൽ പങ്കാളികളായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൃത്യം 10 മണിയോടെ തന്നെ ആ ഒരു കാൽനാട്ട് കർമ്മം നടന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ ഉണ്ട്, നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാജേശ്വരനുണ്ട്. രാജേശ്വര, അങ്ങനെ പന്തൽ കാൽനാട്ട് കർമ്മം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പൂരത്തിൻ്റെ ആവേശമാണ്, എന്താ പറയുക? ഇനി ഫൈനൽ പ്രിപ്പറേഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ. സാധാരണഗതിക്കുള്ള എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞു. ഇനിയിപ്പോൾ 20-ാം തീയതി പൂരത്തിൻ്റെ കൊടിയേറ്റാണ്. 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട്, 26-ാം തീയതി പൂരം. മറ്റുള്ള ചമയത്തിൻ്റെയൊക്കെ പണികൾ ഏതാണ്ട് തീർന്നു. ഇനി മിനുക്ക് പണികൾ മാത്രം ബാക്കി. ഇത്തവണത്തെ പൂരത്തിൻ്റെ പ്രത്യേകതകൾ, ഒരുപാട് സസ്പെൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തവണ എങ്ങനെയാണ്? കാണികൾക്കൊരു ആവേശം തന്നെ ആയിരിക്കില്ല ഇത്തവണത്തെ പൂരം? തീർച്ചയായിട്ടും എല്ലാ കൊല്ലത്തെ പോലെ കുടമാറ്റത്തിലും വെടിക്കെട്ടിലും സർപ്രൈസുകളും ഉണ്ടാവും. ഒരു നല്ലൊരു പൂരത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. ഈ എങ്ങനെയാണ് പൊതുവിലുള്ള ഇത്തവണത്തെ ഒരു പൂരത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, സുരക്ഷാ ക്രമീകരണങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? ഇതിൽ പൂരം എന്ന് പറയുമ്പോൾ ജനലക്ഷങ്ങൾ വന്നെത്തുന്നൊരു കൂട്ടായ്മയാണ്. അപ്പം ഏറ്റവും ആവശ്യമുള്ളത് നമുക്ക് ആ ജനങ്ങളുടെ സേഫ്റ്റിയാണ്. ആ സേഫ്റ്റിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ആവേശത്തിൽ ഒരു ആർപ്പ് വിളി കൂടി നമുക്ക് ഒന്ന് കേൾക്കാം. ഒന്ന് ഉറക്കം. അതാണ് വലിയ ആവേശമാണ്. മണികണ്ഠനാലിൽ ഈ പന്തൽ കാൽനാട്ട് കർമ്മം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പൂരത്തിൻ്റെ നാളുകളാണ്, പൂര ആവേശത്തിൻ്റെ നാളുകളാണ്. ഈ തിരഞ്ഞെടുപ്പ് ആവേശത്തിനൊപ്പം പൂരത്തിൻ്റെ ആവേശം കൂടി തൃശ്ശൂരിൽ ശക്തൻ്റെ മണ്ണിൽ കൊടികയറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവിധ അറേഞ്ച്മെൻറ്റ്സും പൂരത്തുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പാറമേക്കാവ് ക്ഷേത്രം ഭാരവാഹികളും അറിയിച്ചത്. എന്തായാലും ഇനി അങ്ങോട്ട് തൃശ്ശൂരിൽ പൂരത്തിൻ്റെ നാളുകളാണ് എന്നുള്ളതാണ്. തീർച്ചയായും തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് പാറമേക്കാവ് ദേശത്തിന്റെ പന്തൽ നാട്ടുകർമ്മം പുരോഗമിക്കുകയാണ്. സ്വരാജ് റൗണ്ടിലെ മണികണ്ഠനാലിൽ സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്.